നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു റീസെല്ലിംഗ് ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മുകളിൽ കാർഡിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടു നോക്കുക. അങ്ങനെ ഫൈനലി ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടു. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കഴിഞ്ഞ കുറേ ദിവസം മുമ്പായിരുന്നു മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യണമെന്ന്. അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതിയുടെ സൈഡിൽ നിന്നും ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നിരുന്നു. അതായത് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യണമെന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. ടിക്ടോക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ബാൻ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നു. എന്നാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ഇപ്പോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ഗൂഗിളിനും ആപ്പിളിനും ആപ്ലിക്കേഷൻ അവരുടെ സർവീസുകളിൽ നിന്നും റിമൂവ് ചെയ്യണമെന്ന്. എന്നിരുന്നാലും പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിള് ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തു. ആപ്പിൾ സ്റ്റോറിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ടിക്ടോക്ക് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഒരുപക്ഷെ മുമ്പോട്ടുള്ള സമയത്ത് ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യപ്പെടാം. 100+ മില്യൺ ഡൗൺലോഡ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എത്ര മില്യൺ ഡൗൺലോഡ് ഉള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. എന്താണ് ഇതിന്റെ മുമ്പോട്ടുള്ള ഒരു സ്റ്റെപ്പ് സുപ്രീം കോടതി വെക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ തിരിച്ച് പ്ലേ സ്റ്റോറിലേക്ക് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്നേക്കുമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നീക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ടിക്ടോക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭിക്കത്തില്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്ത് പുതിയ ആളുകൾക്ക് ടിക്ടോക്കിലേക്ക് ഇനി വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ടിക്ടോക്കിനെ കുറിച്ചുള്ള ഒരു ഫൈനൽ നടപടി എന്താണെന്നുള്ളത് സുപ്രീം കോടതിയുടെ സൈഡിൽ നിന്നോ അധികം താമസിക്കാതെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ടിക്ടോക്ക് ഒരു നല്ല ആപ്ലിക്കേഷനാണ്, വളരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ വൈറലായ ഒരുപാട് വീഡിയോസ് ടിക്ടോക്കിലുണ്ട്. ആളുകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതിലെ വീഡിയോസും. എന്നാൽ പെട്ടെന്ന് ടിക്ടോക്ക് ബാൻ ചെയ്യപ്പെട്ടത് അത് ടിക്ടോക്ക് പ്രേമികൾക്ക് ഒരു വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. എന്തായാലും ഇതിൽ നമ്മൾ എത്ര നല്ല സംഭവമാണെന്ന് പറഞ്ഞാലും അതിൽ ആരെങ്കിലും ഒക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.